ഹലോ, ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണ്. അമ്മമാർ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് 250 ml കപ്പ് അമൃതം പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും, 1 നുള്ളുപ്പും, 1/4 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷണലാണ്. ഇട്ടതിന് ശേഷം കട്ട കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. കട്ട കൂടാതെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു വലിയ പാനിലേക്ക്, നോൺ സ്റ്റിക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 പിടി നട്ട്സ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കി വരുന്ന നെയ്യിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അമൃതം പൊടി മിക്സ് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇട്ട ഉടൻ തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ മധുരത്തിന് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കുറുകി തുടങ്ങും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 3/4 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ശർക്കര ഇട്ടതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു കൺസിസ്റ്റൻസി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഞാൻ ചൂടോടെ തന്നെ മിക്സ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഗ്ലാസ് കണ്ടെയ്നർ നെയ്യ് പുരട്ടിയതിന് ശേഷം വെളുത്ത എള്ളും നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നെയ്യ് പുരട്ടിയ സ്പൂൺ കൊണ്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ ഇരുന്നോട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്